സർക്കാരിനെതിരെ മുൻമന്ത്രി ജി സുധാകരൻ സ്വയം പുകഴ്ത്തൽ നിർത്തണം. കേരളത്തിൽ ആർക്കും സ്വസ്ഥതയില്ല. സംഘർഷം അനുഭവിക്കാത്ത ഒരാളുമില്ല. പരീക്ഷാ പേപ്പർ പോലും കളഞ്ഞു പോകുന്നു. നാട് മുഴുവൻ നടന്ന് എക്സൈസും പോലീസും മയക്കുമരുന്ന് കണ്ടുപിടിക്കുന്നു. അതിലാർക്കും പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യവകുപ്പിനെതിരെയും വ്യവസായ വകുപ്പിനെതിരെയും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ആരോഗ്യമേഖലയിൽ നമ്പർ 1 എന്ന് മാത്രം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേർന്നു. നിഷ, എന്തൊക്കെയാണോ പൊതുസമൂഹം സർക്കാരിനെ കുറിച്ച് പറയുന്നത് അത് അടിവരയിട്ട് പറയുന്നു മന്ത്രി ജി സുധാകരനും, അല്ലേ? മുൻമന്ത്രി കൃഷ്ണ, തീർച്ചയായും കേരളത്തിൽ സാമൂഹിക സംഘർഷം നിലനിൽക്കുന്നു, ആർക്കും സ്വസ്ഥതയില്ല തുടങ്ങി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കെതിരെ വലിയ വിമർശനമാണ് ജി സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിൽ സാമൂഹിക സംഘർഷം നിലനിൽക്കുന്നു, ആർക്കും തന്നെ ഒരു മനുഷ്യന് പോലും സ്വസ്ഥതയില്ലാത്ത ഒരു സാഹചര്യമായി മാറിയിരിക്കുകയാണ് കേരളം. നാട് മുഴുവൻ നടന്ന് എക്സൈസും പോലീസും മയക്കുമരുന്ന് കണ്ടുപിടിക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് ജി സുധാകരൻ ചോദിക്കുന്നു. വസ്തുനിഷ്ഠമല്ലാത്തതൊന്നും കേരളത്തിൽ നിലനിൽക്കുന്നില്ല. കേരളത്തിന് സാമൂഹ്യ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലഹരിവേട്ട നടത്തേണ്ടി വരുന്നത് എന്നും ജി സുധാകരൻ പറയുകയുണ്ടായി. പരീക്ഷാ പേപ്പർ കളഞ്ഞു പോകുന്നു, അത് സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നു, അതിനൊന്നും ആർക്കും യാതൊരു പ്രശ്നവുമില്ല. നാട് മുഴുവൻ നടന്ന് നമ്പർ 1 എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കി കാണിക്കുകയാണ് വേണ്ടത്. ഒപ്പം തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനടക്കം വലിയ വിമർശനങ്ങളാണ് ജി സുധാകരൻ ഉന്നയിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ടവന്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്നല്ല, നമ്മുടെ ആരോഗ്യ മേഖലയിൽ പാവപ്പെട്ടവന് ചികിത്സിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ പാവപ്പെട്ടവന് യാതൊന്നും ലഭിക്കുന്നില്ല, അതൊക്കെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് മെഡിക്കൽ കോളേജുകൾ എന്ന തരത്തിലൊക്കെ ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല, മാനസികാരോഗ്യം കൂടി പ്രധാനമാണ്. അങ്ങനെ കേരളത്തിൽ ഒരാൾക്ക് പോലും അത്തരത്തിൽ മാനസികാരോഗ്യമില്ല. ആ ഒരു അരക്ഷിതാവസ്ഥയിലൂടെയാണ് കേരളം കടന്നു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അവരുടെ തന്നെ നേതാവ് ജി സുധാകരൻ രംഗത്ത് വരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.